നിനക്കൊരു രഹസ്യം അറിയാമോ? നീ എത്ര ഓടിയാലും എത്ര പരിശ്രമിച്ചാലും ചിലപ്പോഴുകൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പോലെയാണോ തോന്നുന്നത്? നിന്റെ സ്വപ്നങ്ങൾ നിന്റെ കൈകൾക്കെത്തുന്ന അകലെ വന്നുപോയി തോപിയാണോ? ഇതിന് നിന്റെ കഴിവാണ് കാരണം. നിന്റെ ഇന്റേണൽ ബ്ലൂ പ്രിന്റ് ആണ് കാരണം. അത് നീയെ അറിഞ്ഞില്ലാതെ വരച്ചിട്ടുള്ള നിന്റെ അടയാള വരയ്പ്. നിന്റെ ജീവിതത്തിൽ നിന്നെ ആരെങ്കിലും തട്ടിപ്പെടുത്തിയിരിക്കാം. നിന്റെ വിശ്വാസം ആരെങ്കിലും വളരെ ക്രൂരമായി തകർത്തിരിക്കാം. ആ ദ്രോഹം ഒരു സാധാരണ പരിക്കല്ല. അത് നിന്റെ മസ്തിഷ്കത്തിൽ ഒരു തെറ്റായ മാപ്പ് രൂപീകരിച്ചിരിക്കുന്നു. ആ മാപ്പ് നിന്നെ വിജയിയല്ല, ഒരു ബാധിതനായി മാത്രം കാണിക്കുന്നു. നീ ഒരു സാമ്രാജ്യത്തെ ആഴ്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്റെ അടിമ മനസ്സ് ഇപ്പോഴും ഒരു കിഴിഞ്ഞ കുടിലിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിരുദ്ധതയാണ് നിന്നെ തടയുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതിനെ ദോഷം മൂലകമായ കാന്തിക ഗുണം എന്ന് പറയാം. ഒരു ക്യാമ്പസ് എപ്പോഴും വടക്കിന്റെ ദിശയെയാണ് കാണിക്കുന്നത്. എന്നാൽ അതിന്റെ അടുത്ത് ഒരു ഭാരം കൂടിയ കാന്തിക കല്ല് വെച്ചാൽ എന്താകും? ആ ദിശാസൂചകം നിലക്കുളഞ്ഞു പോകും, ശരിയായ പാത കാണിക്കില്ല. നിന്റെ കടന്നകാലം തുരോചനങ്ങൾ ആ കാന്തത്തിന്റെ പോലെയാണ്. നിന്റെ ലക്ഷ്യം വിജയമായിരിക്കാം, എന്നാൽ നിന്റെ അടിമനസിന്റെ കാമ്പസ് എപ്പോഴും നിന്നെ ഭയം, സന്ദേഹവും തർക്കം എന്ന ദിശയിലേക്ക് തിരിക്കുന്നു. ആരെയും വിശ്വസിക്കരുത്. നീ ജയിക്കില്ല, നിനക്കിത് ലഭിക്കില്ല, വീണ്ടും നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. ഇവയാണ് ആ തെറ്റായ മാപ്പ് നിന്നെ പറയുന്ന കമാൻഡുകൾ. നിന്റെ മസ്തിഷ്കം വിജയത്തെ ലക്ഷ്യമാക്കി പദ്ധതി ഇടുന്നത് നിർത്തി വീണ്ടും അടിയിലേക്ക് വീഴാതിരിക്കാൻ എങ്ങനെ രക്ഷപ്പെടണമെന്ന് മാത്രം ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇതുതന്നെ നിന്നെ ശരാശരി മനുഷ്യനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് ചരിത്രത്തിലെ ഒരു രഹസ്യമായ സത്യത്തെ പറയുകയാണ്, കേൾക്കൂ. ഒരു കോട്ട എത്ര ശക്തമായിരുന്നാലും, എത്ര ആയിരം സൈനികർ അതിനെ കാവലെടുക്കുന്നാലും, അന്നത്തെ കോട്ടയുടെ വാതിലുകൾ ഉള്ളിൽ നിന്ന് ഒരുവൻ തുറന്നാൽ മാത്രം എതിരാളികൾ അതിനെ കൈപ്പറ്റാൻ സാധിക്കില്ല. നിന്റെ മനസ്സിന്റെ വാതിൽ നീ തന്നെ നിന്റെ കടന്ന കാലത്തിലെ വേദനകളാൽ, പഴയ ഓർമ്മകളാൽ തുറന്നു വെച്ചിരിക്കുന്നു. തുരോഗം ചെയ്തവൻ ഒരു മുതൽ മാത്രം നിന്നെ വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഓർമ്മയെ നിന്റെ ബ്ലൂ പ്രിന്റിൽ പതിച്ചു വെക്കുന്നതിലൂടെ ഓരോ ദിവസവും നീ തന്നെ തകർത്തു കൊണ്ടുപോകുന്നു. ഇത് വീരമല്ല, ഇത് കോഴിത്തനം. അന്നത്തെ മഹാവീരന്മാർ യുദ്ധമേഖലയിൽ പടിക്കേൽക്കുമ്പോൾ എന്തു ചെയ്യുമറിയാമോ? വലിയാൽ തുടിച്ചുകൊണ്ട് ഒരു മൂലയിലിരുന്നു പുളമ്പി മാടില്ല. അവർ ആ കായത്തെ തീ കൊണ്ട് കത്തിച്ചു, രക്തസ്രാവം ഉടൻ നിർത്തി വീണ്ടും വാളയെടുക്കും. അതൊരു വാരിയർ ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ്. എന്നാൽ നീ എന്ത് ചെയ്യുന്നു? നിന്റെ പഴയ പരിക്കുകൾക്ക് വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. അവരെനിക്ക് വഞ്ചന ചെയ്തിരിക്കുന്നു, അവൻ എന്റെ പുറത്ത് കുത്തിയിരിക്കുന്നു, അവർ എന്റെ ജീവിതം തകർത്തിരിക്കുന്നു. ഈ പുളമ്പൽ നിന്റെ തിരിച്ചറിയൽ ഒരു പാതിത്തവൻ എന്ന സാഗടത്തിൽ തന്നെ നിലനിർത്തുന്നു. നന്നായി ശ്രദ്ധിക്കുക. നീ ഒരു വേട്ടയാടുന്ന സിംഹം എന്നെ പുറത്തു കാണിക്കാം. എന്നാൽ നിന്റെ ഉള്ള മാപ്പിൽ ഞാനൊരു പരിക്കേറ്റ മാൻ എന്ന് നീ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും വേട്ടയാടാൻ കഴിയില്ല. കാട് നിന്നെ ഒരുപോഴും രാജാവായി കാണുകയില്ല. നിന്റെ കണ്ണുകൾ ഇരയെ അന്വേഷിക്കുന്നതിന് പകരം വേട്ടയാടകൻ എവിടെ വരുന്നുവെന്ന് ഭയന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനോഭാവം ഉണ്ടാകുന്നതുവരെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മാറ്റം സംഭവിക്കില്ല. ഇനഫ്, ഈ നാടകം നിർത്തുക. നിനക്ക് കശാപ്പായിരിക്കാം, പക്ഷെ ഇതാണ് നിന്നെ ജീവിപ്പിക്കുന്ന മരുന്ന്. അവർ നിന്നെ എമ്പാടിച്ചത് അവരുടെ നിലവാരമില്ലാത്ത സ്വഭാവമാണ്. എന്നാൽ അത് ചിന്തിച്ചുകൊണ്ട് നീ ഇപ്പോഴും ഒരു വിജയിയായി മാറാതെ ഇരിക്കുന്നത് നിന്റെ വലിയ ദുർബലതയാണ്. ഒരു മാവീരൻ എന്നവൻ കായമേ പടാത്തവനല്ല, കയായങ്ങളെ തന്റെ സാമ്രാജ്യത്തിന്റെ അടിക്കല്ലായാണ് മാറ്റിയവൻ. നിന്റെ മസ്തിഷ്കത്തിലെ ഇന്റേണൽ മാപ്പിൽ ഇന്നൊരു വലിയ തിരുത്തൽ നടത്താൻ പോകുന്നു. ഒരു മാപ്പ് വീണ്ടും വരയ്ക്കേണ്ടതുണ്ടെങ്കിൽ ആദ്യം ആ പഴയ അഴുക്കുകാഗിതം കത്തിക്കണം. നിനക്ക് പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല. നിന്നെ തറഞ്ഞ ആ തുരോഗങ്ങളെ, നിന്നെ കരഞ്ഞുവെച്ച ആ മനുഷ്യരെ നിന്റെ മനസ്സിൽ നിന്നും മുഴുവനായി തള്ളിക്കളയാത്തവരെ. ഒരു പഴയ കെട്ടിടത്തിന്റെ മേൽ പുതിയ അരൺമനയങ്ങൾ കെട്ടാൻ കഴിയില്ല. ആദ്യം ആ ചിതറലുകൾ ഇടിച്ച് നിലത്തിറക്കണം. പ്രകൃതിയിൽ കരിങ്കൊമ്പൻ ഒരു പ്രത്യേക പ്രായത്തിൽ ഒരു കഠിനമായ തീരുമാനമെടുക്കുന്നു. അത് ഇറക്കുകൾ കനത്തുവിടും, അലകൾ വളയുന്നുവിടും, നഖങ്ങൾ തേയ്ന്നുവിടും. അതങ്ങനെ ഉണ്ടായാൽ പസിയാൽ മരിക്കേണ്ടതു തന്നെയാണ്. എന്നാൽ ഈ കിളി എന്ത് ചെയ്യുമറിയാമോ? ഒരു ഉയർന്ന മലയുടെ കോർ വെർഷിനെ പോകും. അവന്റെ പഴയ അളവിനെ ഒരു പാറയിൽ അടിച്ചു തകർത്തു. പഴയ നഖങ്ങൾ പിഴിഞ്ഞു എറിയുന്നു. അവൻ തന്റെ ഭാരം കുറഞ്ഞ കയറുകൾ തന്നെ പീത്തുപോകും. ഇത് രക്തം ചൊട്ടുന്ന വേദന നിറഞ്ഞ പ്രവൃത്തിയാണ്. എന്നാൽ ആ വേദനയാണ് അതിനടുത്ത് 30 വർഷം ജീവിക്കാൻ നൽകുന്നത്. ചില മാസങ്ങൾക്ക് ശേഷം അതിന് പുതിയ അലകും, കൂർത്ത നഖങ്ങളും, ശക്തമായ ഇറക്കുകളും ഉണ്ടാകും. ഇപ്പോൾ അത് പഴയ കുഴലല്ല, മറുപിറവിയെടുത്ത വേട്ടക്കാരൻ. നിന്റെ പഴയ തിരിച്ചറിവ്
നീ തന്നെ തകർക്കാൻ തയ്യാറാണോ? നിന്നെ തട്ടിപ്പെടുത്തിയവരുടെ പേരുകൾ നിന്റെ ഡയറിയിൽ നിന്ന് മാത്രമല്ല, നിന്റെ ആത്മാവിൽ നിന്നുമാണ് നീ എറിഞ്ഞു മാറ്റാൻ തയ്യാറാകുന്നത്. എനിക്ക് ദ്രോഹം ചെയ്യപ്പെട്ടു എന്ന വരി മായ്ക്കുകയും ഞാനൊരു മഹായുദ്ധത്തിനായി തയ്യാറാണ് എന്ന് എഴുതാനുള്ള ധൈര്യം നിന്നിലുണ്ടോ? എന്നാൽ ദ്രോഹം എന്നത് നിന്നെ നശിപ്പിക്കാൻ വന്നതല്ല. നിന്നിലുണ്ടായിരുന്ന ദുർബലമായ മനുഷ്യനെ കത്തിച്ചു ഒരു ശക്തമായ മനുഷ്യനെ പുറത്തെടുക്കാൻ പ്രകൃതി നിന്നെ നൽകിയ ഒരു ക്രൂരമായ അവസരം. ആ പഴയ മാപ്പിലുള്ള കുറുക്കൻ പാതകൾ ഇല്ലാതാക്കുക, അതിലുള്ള ഭയത്തിന്റെ അതിരുകൾ തകർത്ത് വിടുക. പുതിയൊരു ഭൂമിശാസ്ത്രം സൃഷ്ടിക്കേണ്ട സമയമാണിത്. ഇതിന്റെ അടുത്ത ഭാഗം വളരെ പ്രധാനമാണ്. തകരാറുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഹാനായന്റെ പുതിയ ബ്ലൂ പ്രിന്റ് എങ്ങനെ കൃത്യമായി വരയ്ക്കാം. നിന്നെ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നവരെ, അണ്ണാൻ പോലെ കാണുന്നവരെ ഒരു പ്രഭാഷണ വിജയത്തെ ലക്ഷ്യമാക്കി നിന്റെ മനസ്സിനെ എങ്ങനെ തിരുത്താം. നിന്റെ ഭാവി സ്വപ്നങ്ങളെ നിന്റെ രക്തത്തിലൂടെ എങ്ങനെ മാപ്പ് ചെയ്യാം. അതിനെ അടുത്ത ഭാഗത്ത് വിശദമായി നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യൂ. നിന്റെ പഴയ പരിക്കുകൾ വൃത്തിയാക്കുന്നത് നിർത്തി അവയെ നിന്റെ ആയുധങ്ങളാക്കി മാറ്റൂ. നീ ഒരു ബാധിതനല്ല, നീ ഒരു വിജയിയാണ് എന്ന് ഭാവത്തിലേക്ക് ഉയർന്ന ശബ്ദത്തിൽ പറയൂ. നിന്റെ പുതിയ യാത്ര ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നു. ചാമ്പലിൽ നിന്ന് ഒരു മഹാവീരന്റെ പുതിയ തിരിച്ചറിവ് എങ്ങനെ സൃഷ്ടിക്കാം? അതെ, അധികാരത്തോടും വ്യക്തതയോടും. നിന്റെ പഴയ തിരിച്ചറിയൽ കത്തിച്ചിട്ടുണ്ടോ? നിന്റെ കടന്നകാലത്തിലെ ആ പഴയ കാകിതങ്ങൾ തൂവലാക്കി കഴിഞ്ഞോ? ഇപ്പോൾ നിന്റെ കയ്യിൽ ഒരു ശുദ്ധമായ വെള്ളത്താളാണ്. നിന്റെ ഇന്റേണൽ ബ്ലൂ പ്രിന്റ് വീണ്ടും വരയ്ക്കേണ്ട അത്യന്തം പ്രധാനമായ നിമിഷമാണിത്. ശ്രദ്ധിക്കുക, ഒരു കെട്ടിടത്തിന്റെ രൂപരേഖ ശരിയായില്ലെങ്കിൽ നീ എത്ര വിലയേറിയ കല്ലുകൾ ഉപയോഗിച്ചും അതിനെ നിർമ്മിച്ചാലും ആ കെട്ടിടം ഒരു നാൾ തകർന്നു പോകും. അതുപോലെ നിന്റെ ആന്തരിക രൂപരേഖ ദുർബലമായിരുന്നാൽ നീ എത്ര പണം സമ്പാദിച്ചാലും എത്ര പ്രശസ്തനാവുകയാണെങ്കിലും ഒരു ചെറിയ പരാജയം നിന്നെ തകർപ്പിക്കാം. നിന്റെ പുതിയ ബ്ലൂ പ്രിന്റ് വിജയം എന്നതിനേക്കാൾ ശക്തി എന്നതിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കണം. ആദ്യമായി നിന്റെ പുതിയ മാപ്പിൽ നീ വരയ്ക്കേണ്ട ആദ്യത്തെ വരി ഭാവനകളെ കടന്നു ചിന്തിക്കുന്നത് എന്ന് പറയാം. നിനക്ക് കൊടുത്ത വലിയ പാഠം എന്താണെന്നറിയാമോ? മനുഷ്യർ മാറുന്നവരാണ്, സാഹചര്യങ്ങൾ മാറുന്നവയാണ്. അതുകൊണ്ട് നിന്റെ സന്തോഷം അല്ലെങ്കിൽ നിന്റെ വിജയങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത്. ഒരു മാവീരൻ എന്നവൻ ഒരു പാറയെപ്പോലെയാണ്. കടൽ തരംഗങ്ങൾ വരികയും തല്ലുകയും ചെയ്യാം, എന്നാൽ പാറ മാറുകയില്ല. ഞാൻ എന്റെ അനുഭവങ്ങൾക്ക് അടിമയല്ല, ഞാൻ എന്റെ ലക്ഷ്യത്തിനാണ് മാത്രം അടിമ എന്നത് നിന്റെ പുതിയ മാപ്പിൽ വലിയ അക്ഷരങ്ങളിൽ കൊടുക്കുക. അടുത്തതായി അറപ്പോർ മാർഗം എന്ന് പറയാം. ചരിത്രത്തിൽ അലക്സാണ്ടർ മുതൽ നെപ്പോളിയൻ വരെ എല്ലാവരും ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നതിനു മുമ്പ് മാപ്പ് ഉപയോഗിച്ച് മണിക്കണക്കിൽ ചിന്തിക്കും. അവർക്കറിയാം, പോരാട്ടത്തിൽ വീരത്വത്തിൽ നിന്ന് തന്ത്രം കൂടുതൽ പ്രധാനമാണ്. നിനക്ക് തുരോഗം ചെയ്തവരെ പാഴ്വാങ്ങാൻ നീ വിചാരിക്കാം, എന്നാൽ ഒരു മാവീരന്റെ വടിപ്പടത്തിൽ പാഴ്വാങ്ങൽ എന്ന വാക്കിന് സ്ഥലമില്ല. എന്തുകൊണ്ടെങ്കിൽ പ്രതികാരം നിന്നെ ഇപ്പോഴും കടന്ന കാലത്തോടൊപ്പം ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനു പകരം വളർച്ച എന്ന തന്ത്രം സ്വീകരിക്കുക. നിന്നെ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നവർ നിന്നെ കാണുമ്പോൾ നീ അവർക്കറിയാത്ത ഒരു ഉയരത്തിലുണ്ടാകണം. അതാണ് നീ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിന്റെ വിജയത്തിന്റെ ശബ്ദം അവരുടെ കാതുകൾ കുത്തി കടിക്കട്ടെ. ഇവിടെ ഒരു പ്രധാന ശാസ്ത്രീയ സത്യം പറയുന്നു. നമ്മുടെ മസ്തിഷ്കത്തിന് ന്യൂറോബ്ലാസ്റ്റിസിറ്റി എന്നൊരു ഗുണമുണ്ട്. അതായത് നീ വീണ്ടും വീണ്ടും ഒരു ശിക്ഷ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴും നിന്റെ മസ്തിഷ്കത്തിൽ പുതിയ നരമ്പ് പാതകൾ രൂപപ്പെടുന്നു. നിന്റെ ഈ കാലം ഞാനൊരു തോറ്റവൻ എന്ന് കരുതിയതുകൊണ്ടു നിന്റെ മസ്തിഷ്കത്തിൽ പരാജയത്തിനുള്ള പാതകൾ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസവും ഞാനൊരു വിജയിയാന്ന്, ഞാനൊരു മഹാവീരനാണ് എന്ന് നിനക്കുള്ളിൽ പറയുമ്പോൾ ആ പഴയ പാതകൾ നശിച്ചുപോയി പുതിയ ശക്തമായ പാതകൾ രൂപം കൊണ്ടിരിക്കുന്നു. ഇതേതോ ഒരു മന്ത്രമല്ല, ഇത് നിന്റെ മൂളയ നീയെ മറുശീരീകരണം ചെയ്യാനുള്ള മാർഗം. നിന്റെ പുതിയ മാപ്പിൽ മൂന്നാമത്തെ കൂട്ട് ഉയർന്ന നിലവാരത്തിലുള്ള ചുറ്റം എന്ന് പറയാം. ഒരു സിംഹം ഓനായികളോടൊപ്പം വേട്ടയാടാൻ പോകുമ്പോൾ അത് തന്റെ സിംഹത്വം നഷ്ടപ്പെടും. നിന്റെ പഴയ മാപ്പിൽ നിന്നെ ചുറ്റിപ്പറ്റിയ ദ്രോഹികളുടെയും എതിർമാറുന്ന മനുഷ്യരുടെയും ഇടം നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ നീ വീഴ്ത്തപ്പെട്ടതാണ്. ഇപ്പോൾ നിന്റെ മാപ്പിന്റെ ചുറ്റളവിൽ കോട്ടയുടെ മതിലുകൾ ഉയർത്തുക. അവിടത്തെ ചുവടുകളിൽ നിന്നു നിന്നേക്കാൾ ശക്തമായവർ, നിന്നേക്കാൾ അറിവുള്ളവർ, നിന്നെപ്പോലെ വിജയിക്കാൻ ശ്രമിക്കുന്ന മഹാനായവർക്ക് മാത്രമേ അനുമതി നൽകേണ്ടതുള്ളൂ. നിനക്കൊപ്പം ആരുണ്ടോ അതുവഴി നീ മാറും എന്നതാണ് പ്രകൃതിയുടെ നിയമം. കാട്ടിൽ ജീവിക്കുന്ന ഓനായികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവകൾ ഒരുപോലും ഒറ്റയ്ക്ക് വേട്ടയാടുന്നില്ല, കൂട്ടമായി ചേർന്നാണ് ഒരു വലിയ മൃഗത്തെ ആക്രമിക്കുന്നത്. എന്നാൽ സിംഹം അങ്ങനെയല്ല. അത് ഒറ്റയായിരുന്നാലും
അതിന്റെ ഗംഭീര്യം കുറയുന്നില്ല. നിന്റെ പുതിയ ബ്ലൂ പ്രിന്റിൽ തനിമ എന്നതിനെ കണ്ടു ഭയപ്പെടേണ്ട. ആ തനിമയിൽ തന്നെയാണ് നിന്റെ വലിയ ശക്തി മറഞ്ഞിരിക്കുന്നത്. നിന്റെ ദുർബലതകൾ നീ തന്നെയാണ് കണ്ടെത്തി അത് ശരിയാക്കാനുള്ള സ്ഥലം ആ തനിമ തന്നെയാണ്. നിന്നെ ശില്പിക്കാൻ ഒരു ശില്പശാലയാണ് അത്. ഇപ്പോൾ നിന്റെ മാപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭാവി ദർശനം എന്ന് പറയാം. നിന്റെ ആ ജീവിത ലക്ഷ്യം നിന്റെ മനസ്സിൽ വിശദമായി കാണുക. ഇന്ന് നീ എവിടെയുണ്ടെന്നത് പ്രധാനമല്ല. ഇനി 5 വർഷങ്ങളിൽ നീ എവിടെ പോകാനാണ് എന്നതാണ് പ്രധാനമായത്. ആ ഭാവി തിരിച്ചറിയലിനെ ഇപ്പോൾ തന്നെ ധരിക്കൂ. ഒരു മഹാനായ മനുഷ്യൻ തന്റെ കിരീടം നേടുന്നതിനു മുമ്പ് തന്റെ മനസ്സിൽ ഒരു രാജാവായി ജീവിച്ചിരിക്കണം. അവന്റെ നടപ്പിൽ, വസ്ത്രത്തിൽ, സംസാരത്തിൽ ആ അധികാരം കാണാം. ആ അധികാരം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അവസാനമായി ഒരു കാര്യമാണ് പറയുന്നത്. ഈ വാരിയർ ഐഡന്റിറ്റി മാപ്പിംഗ് ഒരു തവണ ചെയ്യുകയും തീർക്കുകയും ചെയ്യുന്ന കാര്യമല്ല. ഇതൊരു തുടർച്ചയായ യാത്രയാണ്. ഞാൻ എന്റെ ബ്ലൂ പ്രിന്റ് വീണ്ടും എഴുതും എന്ന് കമന്റിൽ പറയുക. പ്രതി ദിവസവും നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ മാപ്പ് പരിശോധിക്കൂ. ഇന്ന് നീ ഒരു മഹാനായവനായി പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും പഴയ റിപ്പോർട്ടുകൾ പറയുന്ന സാധാരണ മനുഷ്യനായി മാറുകയാണോ എന്ന് നിനക്ക് തന്നെ ചോദിക്കൂ. കഴിഞ്ഞ കാലം നിന്നെ ഒരു പരിക്ക് നൽകിയത് എന്തെന്ന് സത്യമാണ്. എന്നാൽ ആ പരിക്കാണ് നിന്നെ ഒരു പുതിയ തിരിച്ചറിവ് നൽകിയത്. ദ്രോഹം ചെയ്തവർക്ക് നന്ദി പറയുക. കാരണം അവർ നിന്നെ തട്ടിപ്പടിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ നീ ഇപ്പോഴും ഒരു ശരാശരി മനുഷ്യനായി ജീവിച്ചിരിക്കുമായിരുന്നു. നിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ മഹാവീരനെ അവർ തന്നെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ നിന്റെ പുതിയ വരിപ്പടം തയ്യാറായിട്ടുണ്ട്. ഇനി സംശയിക്കേണ്ട. വാളെടുക്കുക. നിന്റെ ലക്ഷ്യത്തെ നോക്കൂ. ഈ ലോകം ബലവീനമുള്ളവരെ കണ്ടു കരുണിക്കുന്നു, എന്നാൽ ശക്തരായവരെ മാത്രം ആദരിക്കുന്നു. ഒരു മാവീരനായി ജീവിച്ച് അവസാനിക്കുന്നതാണ് ഈ ഭൂമിയിൽ നീ ജനിച്ചതിന്റെ അർത്ഥം. വിജയമല്ലെങ്കിൽ പരാജയം. നിന്റെ ധൈര്യം ചരിത്രത്തിൽ സംസാരിക്കണം. നിന്റെ യാത്ര ഇപ്പോൾ ആരംഭിക്കുന്നു. ഇനി നിന്നെ ആരും തടയാൻ കഴിയില്ല. കാരണം നിന്റെ ഉള്ളിലെ മാപ്പ് ഇപ്പോൾ ഒരു സാമ്രാജ്യത്തെ ഭരിക്കാൻ തയ്യാറായിരിക്കുന്നു. വേട്ട ആരംഭിക്കൂ.